അപ്പോൾ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് രാവിലെ ഇന്ന് കട്ടൻ ചായയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. രാവിലെ അതിരാവിലെ നമ്മൾ കട്ടൻ ചായ കുടിച്ചാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കട്ടൻ ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. 8 മണി വരെയുള്ള വിശേഷങ്ങളും പിന്നെ കുക്കിങ്ങും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ വിശേഷങ്ങൾ, കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഇത് കറി വയ്ക്കാനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രാവിലെ മെയിനായിട്ട് പറഞ്ഞ് എന്നുമുള്ള പരിപാടി തന്നെയാണ്, മിക്ക ദിവസങ്ങളിലുള്ളതാണ്. പൊതിച്ചോറുണ്ടാക്കുക, പിന്നെ രാവിലെ എല്ലാം പാകപ്പെടുത്തി വെച്ചിട്ട് എല്ലാവരും അവരവരുടേതായ ജോലിക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് കുടിവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, മാവിരിപ്പുണ്ട് ദോശ ഉണ്ടാക്കാൻ. അപ്പോൾ കുഞ്ഞു കാര്യങ്ങളുമായിട്ട് രാവിലെ വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെയും സന്തോഷത്തോടും കൂടി രാവിലെ ഒരു സ്വാഗതം പറയുന്നേ. അതിനോടൊപ്പം കട്ടൻ ചായയും കുടിക്കുന്നു. അപ്പോൾ ബാക്കിയെല്ലാം കാര്യങ്ങൾ ഇവിടെ തൊട്ടങ്ങ് തുടങ്ങുവാണ്. അപ്പം മീൻ പൊടി ഇടാൻ വേണ്ടിയിട്ടുള്ള മീൻ മറക്കാൻ വെച്ചിട്ടോ. തിരിയാൻ ഒരു വകയായിട്ട് ഇരിക്കുന്നത് നല്ല പച്ച മീനൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുകയില്ല കേട്ടോ. ഇത് കുറേ ദിവസം കഴിഞ്ഞ് ഇവിടെ വരുന്നതുകൊണ്ടേ പഴുത്തൊക്കെ പോയി. നമ്മളിതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് വരുമ്പോഴത്തേക്കും പിന്നെ ലാസ്റ്റ് കയ്യിൽ മുള്ളു മാത്രമേ കാണുള്ളൂ, ബാക്കിയൊന്നും കാണില്ല. അത്രയ്ക്ക് സൂക്ഷിച്ച് വെച്ച് തേച്ച് കഴുകി ഉപ്പൊക്കെ ഇട്ട് വിരകി നമ്മളിതിനെ കഴുകി നാരങ്ങാനീരൊക്കെ ഒഴിച്ച് ഇതിൻ്റെ ഉളുമ്പും പോകാനും ഇതിനകത്ത് ഒത്തിരി അമോണിയായോ ഏതാണ്ടൊക്കെ നന്നായിട്ടിരിക്കാൻ വേണ്ടി വിഷങ്ങളൊക്കെ ചേർത്താണല്ലോ ഇവിടെ വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ വിനാഗിരി ഒഴിച്ച് കഴുകും, ചിലപ്പം നാരങ്ങാനീര് ഒഴിച്ച് കഴുകും, മഞ്ഞൾപ്പൊടി നാരങ്ങാനീരൊക്കെ ഒഴിച്ച് കഴുകും കേട്ടോ. അല്ലെങ്കിൽ ഇതിനകത്ത് വിഷങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും പച്ചമീനല്ലേ, ആൾക്കാർക്ക് കഴിക്കാൻ തോന്നുമല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തുള്ള മീനാണ് ഇത്. അപ്പോൾ അതിനെ വറുത്തെടുക്കണം. ഇത് നമുക്ക് ഒന്ന് തോരൻ വെക്കണം. അപ്പോൾ എണ്ണ ഒഴിച്ച് വെച്ചേക്കുന്നു. ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. തേങ്ങയുടെ അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തോരൻ വെക്കട്ടെ. അത് കഴിഞ്ഞ് 1-2 സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ് രാവിലത്തെ തിരക്കിട്ട പണികൾ. അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെയൊന്ന് ഓർപ്പിച്ച് പറയുന്നുണ്ട്. ആൾക്കാർക്ക് ഈ ആവർത്തന വിരസത വെറുപ്പുണ്ടാക്കിയെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. രാവിലെ ഒരു ക്ഷമ ചോദിക്കാം ഞാൻ എൻ്റെ യൂട്യൂബ് കാണുന്ന എല്ലാവരോടും. പിന്നെ അത് കടുകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ഇതൊന്ന് വഴറ്റി എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അരപ്പിട്ട് ഉണങ്ങിയെടുക്കാം. ഇളക്കി ഉണങ്ങിയെടുക്കാം നമുക്ക്. അപ്പോൾ അതുവരേക്ക് മീൻ ചെറിയ തീയിലിരുന്ന് ഉണങ്ങി വരട്ടെ. ഇതുണ്ടോ മീനിൻ്റെ മേന്മ കൊണ്ട് അത് മറിച്ചിട്ടപ്പോഴത്തേനും പൊടിഞ്ഞു പോയി. എന്നാലും കുറച്ചൊക്കെ പൊടിയാതെ നമ്മളത് എടുത്തു കേട്ടോ. ആ പൊടിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് ചെറിയ തീയിൽ വീഴിച്ച് അത്യാവശ്യം എണ്ണയിട്ട് പിടിച്ചെടുക്കുകയാണേ. കൂടുതൽ എണ്ണയായി കഴിഞ്ഞാൽ ഒത്തിരി എണ്ണ മിച്ചം കഴിച്ചേക്കാം. അപ്പോൾ നമ്മൾ മീൻ കറി വെക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ആ ബാലൻസ് വരുന്ന എണ്ണയ്ക്കകത്ത് മുളക് പൊടി മൂപ്പിച്ച് കറിക്കകത്തേക്ക് ചേർക്കും. ഇന്നിപ്പോൾ മീൻ കറിയാക്കാനില്ലാത്തത് കൊണ്ട് കുറച്ച് എണ്ണയിലാണ് വറുത്തത്. അതുപോലെ തോരൻ റെഡിയായി കേട്ടോ. ബീൻസ് തോരൻ രാവിലെ. അപ്പം ചെറിയ തോരനും മീൻ വറുത്ത് ചമ്മന്തിയൊക്കെയാണ് പൊതിച്ചോറിനകത്തേക്ക് വെക്കുന്നത്. ഇത് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ കൂടെ പരിപ്പും കൂടെ ചേർത്ത് രാവിലെ ഒരു സാമ്പാർ, ദോശയ്ക്കുള്ളത് സാമ്പാറാണ്. അപ്പോൾ അതും കൂടെ ശരിയാക്കിയിട്ട് വേണം 8 മണിയാകുമ്പോഴത്തേനും ഇതെല്ലാം റെഡിയാക്കണം. എന്നിട്ട് നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ അനുമോക്ക് ജോലിക്ക് പോകണം. മകൻ രാവിലെ ജോലിക്ക് പോയി, പപ്പയും ഞാനും കടയിലേക്ക് പോകും. പിന്നെ ഞങ്ങളുടെ ഇങ്കുറിൻ്റെ അമ്മയും മാത്രമേ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പരിപ്പിൻ്റെ സാമ്പാറൊന്ന് വയ്ക്കാൻ നോക്കണം കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേനും കറണ്ട് പോയി കേട്ടോ. പിന്നെ ഫോണൊക്കെ ഓണാക്കി വന്നപ്പോഴത്തേനും പെട്ടെന്ന് കറണ്ട് അങ്ങോട്ട് പോയി. ഇതുണ്ടോ ദോശമാവാണിത്, ഉണ്ടോ ദോശമാവ് സൂപ്പറായിട്ട് പതഞ്ഞ് പൊങ്ങി കിടപ്പുണ്ടേ. അപ്പം നമുക്കതിൽ നിന്ന് കുറച്ച് ദോശ ഇട്ടിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഉപ്പ് ചേർത്താണോ വെച്ചതിനകത്ത്? അല്ല, പുതിയ മാവിനകത്ത് ഉപ്പ് ചേർത്താണോ? ഇല്ലേ? അപ്പോൾ ഉപ്പ് ചേർക്കട്ടെ. അരച്ച് വെച്ചത് അനുമോളാണേ, അതാണ് ഞാൻ ചോദിച്ചത് ഉപ്പ് ചേർത്തോന്ന്. അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. പേപ്പർ ദോശയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ചെറിയ കുട്ടി ദോശകളാണേ. ഇത് കൂട്ട് പിന്നെ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമയിൽ ശ്വേതാമേനോൻ പറയും പോലെ തട്ടിക്കുട്ടി ദോശയും ഗാർലിക് ചമ്മന്തി എന്നും പറഞ്ഞ് കേട്ടിട്ടില്ലേ? നല്ല ടേസ്റ്റാട്ടോ. ഞാനതുപോലെ ചെയ്തു നോക്കി. ഇങ്ങനെ കുട്ടി ദോശകളും ചുട്ട് വെളുത്തുള്ളി നന്നായിട്ട് പിന്നെ കടുക് വറുക്കുമ്പോൾ ഇട്ട് വഴറ്റിയിട്ട്
പച്ചമുളകും തേങ്ങയും വെണ്ണ പോലെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി കേട്ടോ, ഗാർലിക് ചമ്മന്തി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ ചില ദിവസങ്ങളിലൊക്കെ സമയമുള്ളപ്പോൾ അതൊക്കെ ചെയ്യും. ഇല്ലെങ്കിൽ കരണ്ട് വന്നു കേട്ടോ. ഇപ്പോൾ വെട്ടവും വെളിച്ചമൊക്കെ ആയി. ഇത് ഇങ്ങനെയുള്ള അപ്പങ്ങളല്ല, ദോശകൾ ചുട്ടെടുക്കും. അപ്പോൾ സാമ്പാർ അടുപ്പയിലിരുന്ന് 2-3 വിസിലായി കേട്ടോ. പരിപ്പ് നന്നായിട്ട് വേകണമല്ലോ, അത് കാരണം 1-2 കൂടി വിസിലടിക്കട്ടെ. കണ്ടോ, ഒരു നുള്ളു നെയ്യ് ചേർത്തിട്ടുണ്ട്. അനുമോക്കുള്ളതിന് നെയ്യ് ചേർക്കും, എനിക്കുള്ളതിന് നെയ്യ് വേണ്ട. ഞങ്ങളപ്പോൾ ഒരു 3-4 ദോശ ഉണ്ടാക്കി എടുത്തിട്ട് ബാക്കി മാവെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. അപ്പം അത്യാവശ്യം ഇതൊക്കെ മതിയാവും. അതെ, കൊച്ചു ദോശയാണ്. മറ്റേ ദോശക്കല്ലിൽ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ പേപ്പർ ദോശ ഉണ്ടാക്കും. ഈ പാനിനകത്ത് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ വട്ടം കുറഞ്ഞ ദോശ സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എപ്പോഴും അല്ലെ സമയമെടുത്ത് ഞായറാഴ്ചയൊക്കെ വെറുതെയായിട്ട് വീട്ടിലിരിക്കുവാണെങ്കിൽ നമ്മൾ അല്പം കൂടി സമയമൊക്കെ എടുത്ത് ഇച്ചിരി വിശദീകരിച്ചൊക്കെ ഉണ്ടാക്കും. അപ്പോൾ സമയമില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഓടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ശകല നെയ്യ് ചേർക്കാം, ഒരു ഇച്ചിരി നെയ്യ്. വിസിലടിക്കാനുള്ള ആരംഭം കേട്ടോ. ഞാൻ അടുപ്പയിൽ വെച്ചേക്കുന്നെങ്കിലും ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ തന്നെ കയറി പോകാറുണ്ട്. കാരണം ഞാൻ തന്നെ കുക്കറൊക്കെ അടുപ്പ് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പണി ചെയ്താലും ഞാനാണല്ലോ വെച്ചെന്നുള്ളത് അത് വലിയ കേട്ടോ. പെട്ടെന്ന് ഞാൻ ഒരു മഴ കൊണ്ടിട്ടു. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ പേടിക്കൊന്നുമില്ല. മറ്റൊരു ഞെട്ടൽ വരും. അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയിൽ കടുകും ഉള്ളിയും മൂപ്പിച്ച് കരിവേപ്പിലയും വറ്റൽമുളകും മുറിച്ചിട്ട് കടുക് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. അപ്പോഴാണ് ഈ കറിയുടെ പൂർണ്ണത വരുള്ളൂ കേട്ടോ. കടുക് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ, താളിച്ചൊഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരല്പം എടുക്കുവാണേ, തിരക്കായതുകൊണ്ട്. ഇനി അരിമോൾ ഇതിൻ്റെ ബാക്കി പണി ചെയ്തോളുവേ. കണ്ടോ, സൂപ്പർ സാമ്പാർ, പെട്ടെന്നുണ്ടാക്കിയ സാമ്പാർ. ഇതിങ്ങനെ രാവിലത്തെ പരിപാടിയിൽ ഉള്ളതാണേ.